അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. കബാലി എന്ന കാട്ടാനയാണ് കാറുകൾ ആക്രമിച്ചിരിക്കുന്നത്. കബാലി മതപ്പാടിലാണെന്ന് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ? എപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോഴും റോഡിൽ തന്നെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും നേരത്തെ ലഭ്യമായ വിവരം അനുസരിച്ച് 2 മണിക്കൂറിലധികമായി കാട്ടാന ഈ പ്രദേശത്ത് തന്നെ അമ്പലപ്പാറ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. റോഡിലേക്ക് ഒരു പന കുത്തിമറിച്ചിട്ട ശേഷം അത് ഭക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് ആ സമയത്ത് അതുവഴി കടന്നു വന്ന 2 കാറുകൾക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ആർക്കും പരിക്കുള്ളതായി അറിവില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഈ ആനയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പൊതുജനങ്ങളെ പരമാവധി പ്രവേശിപ്പിക്കാതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പരമാവധി ആനയെ കയറ്റിവിട്ട ശേഷം മാത്രം ഈ മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ കാട്ടാനയ്ക്ക്, കബാലി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ കാട്ടാനയ്ക്ക് മതപ്പാടുണ്ട്. അതിലൂടെ പോകുന്നവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആനയുടെ പരിസരത്ത് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നിർത്തരുത് എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് വനംവകുപ്പ് നൽകിയിരുന്നത്. അതിന് സമാനമായ രീതിക്ക് തന്നെയാണ്, അതായത് വനംവകുപ്പിന്റെ ഒരു ആശങ്ക തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും ആളുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 കാറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് കബാലി. ഇപ്പോൾ മതപ്പാടിലുമാണ് ഈ കാട്ടാനയുള്ളത്. ഇപ്പോൾ അവിടെയുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ആന റോഡിലാണുള്ളത്. അവിടെ പന മറച്ചിട്ട് അവിടെ റോഡിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത്.